നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജ്മാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എഡ്യൂക്കേഷൻ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഓബ്ജക്റ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, എങ്ങനെ ജീവിക്കണം എല്ലാം പഠിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാഴ്ചയ്ക്കും കേൾവിക്കും സ്പർശനത്തിനും ഗന്ധത്തിനും ടേസ്റ്റിനും എല്ലാം വളരെ പ്രാധാന്യമുണ്ട്. നമ്മളത് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ അതിൽ വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയി ജീവിക്കുമ്പോൾ ക്രമേണ അത് കുറഞ്ഞു വരുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ ആ കഴിവുകൾ കുറഞ്ഞു വരുമ്പോൾ സ്ട്രെസ്സ് വരാൻ തുടങ്ങും. പ്രായമാകും തോറും നമുക്കിത് കാണാം. കാഴ്ച പഴയ പോലെ ഇല്ല. കാഴ്ച നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് ജീവിക്കുക? കേൾവി ആര് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഓബ്ജക്റ്റീവ് യൂണിവേഴ്സ്, അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ട് നമ്മളതിനെ മറികടക്കാൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള അറിവ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മളത് വിസ്മരിക്കുകയാണ്. നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് നമ്മുടെ ജീവനാണ്. ഹൃദയത്തിൽ നിന്നും, നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ഹൃദയമല്ല, അതിൻ്റെ സെൻറ്റർ, ആ ജീവൻ, ലൈഫ്. ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. കരഞ്ഞില്ലെങ്കിൽ എന്താ? വിഷമമാവും. ലൈഫ് ഫോഴ്സ് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഈ ലൈഫ് ഫോഴ്സ് ആണ് ശരീരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഭ്രൂണത്തിൽ നിന്നും ഒരു കുട്ടിയായി മാറുന്നു, നമ്മൾ വലുതായി വരുന്നു, കണ്ണുകളിലൂടെ കാണുന്നു, കേൾക്കുന്നു. ഒടുക്കം അതെല്ലാം പോയാലും ആ ജീവൻ അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡൻസ് പുറം ലോകത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവനിലേക്ക് തിരിയുമ്പോൾ, എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്, എന്താണ് ഉദ്ദേശം എന്ന് തിരിയുമ്പോൾ നമ്മൾ അതിനെ സ്പിരിച്വൽ എന്ന് പറയും, ആധ്യാത്മികത എന്ന് പറയും. ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ ഉൾക്കണ്ണ് തുറന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ സഞ്ജയൻ്റെ ഉൾക്കണ്ണ് വേദവ്യാസം തുറന്നു. എന്താണ് ഉൾക്കണ്ണ്? വിവേകബോധം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ഫാക്കൽറ്റി. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്വാർത്ഥമാണോ നിസ്വാർത്ഥമാണോ, എൻ്റെ ഈ തലത്തിൽ ശരിയാണോ തെറ്റാണോ, ഞാനിവിടെ സ്നേഹമാണോ നൽകുന്നത് അതോ സ്വാർത്ഥതയാണോ കൊണ്ടുവരുന്നത്, ഞാൻ കുറ്റബോധം വരുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ പുറമേ ചെയ്യുന്ന പ്രവർത്തികളിൽ ഉണ്ടാവുന്ന
അനുഭവങ്ങൾ ഉള്ളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേ, എനിക്കറിയാം പക്ഷേ ചെയ്യണോ. അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച കഥ നമുക്കറിയാം. ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്കാണ്. കാരണം വിവേകബോധം ഉണ്ടായിരുന്നു. ദുര്യോധനന് അർജുനന് കിട്ടിയ അതേ അറിവാണ്, ദുശാസനും ഒക്കെ, പക്ഷേ വിവേകബോധമില്ല. കർണൻ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്, അദ്ദേഹത്തിന് വിവേകബോധമില്ല. നന്മ ഇപ്പുറത്താണെന്ന് അറിഞ്ഞിട്ട് കൂടി അദ്ദേഹം തിന്മയുടെ കൂടെ നിന്നു. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് നമ്മുടെ ഉള്ളിലൊരു വിവേകബോധം ഉണർത്തണം. അപ്പോഴാണ് നമ്മൾ ഉൾക്കണ്ണ് തുറന്നു എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാൻ തുടങ്ങും, ചെയ്യണോ ചെയ്യണ്ടേ. ഈ കിട്ടുന്ന കാഴ്ചകൾ, ഇപ്പോൾ മൊബൈലുണ്ട്, ഇത് എനിക്ക് ഉപയോഗമുള്ളതാണോ, എന്നെ അത് ഉയർത്തുകയാണോ താഴ്ത്തുകയാണോ, മനസ്സിനെ കൂടുതൽ വിശാലാക്കുകയാണോ അതോ സങ്കുചിതമാക്കുകയാണോ, സ്ട്രെസ്ഡ് ആക്കുകയാണോ. അപ്പോൾ ഈ ഒരു വേർതിരിവ് കൊണ്ടുവരാൻ എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കണം. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു പർപ്പസ് ഇല്ലാണ്ടായിട്ട് മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് തിരിയും തോറും നമ്മുടെ പുറമേ നിന്നുള്ള വിശ്വാസം ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ബിലീവ് ചെയ്യുന്നു, ഇന്ദ്രിയങ്ങളെ ബിലീവ് ചെയ്യുന്നു, പാസ്റ്റിനെ ബിലീവ് ചെയ്യുന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കാസ്റ്റും റിലിജനും പറഞ്ഞത് വിശ്വസിക്കുന്നു. കാരണം ഇതുവരെ അതാണ്. ഞാനായിട്ട് എന്തിനാണ് മാറ്റേണ്ടത്, അതിൽ ഒരു സത്യവും ഉണ്ടോ എന്നുള്ളൊരു തെളിവുമില്ല. എന്നാലും നമ്മൾ റിച്വൽസൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും അതൊക്കെ മോശമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവം. എത്ര നല്ല റിച്വൽസ് നമ്മൾ കൊണ്ടുവന്നാൽ അവസാന കാലത്ത് വിഷമം തന്നെയാണ്. ഏതൊരു മനുഷ്യനും അവസാന കാലത്ത് വിഷമം അനുഭവിച്ചിട്ടാണ് ലോകത്തുനിന്ന് പോകുന്നത്. അപ്പോൾ ഈ റിച്വലിസ്റ്റിക് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് ഇതിന് നമുക്ക് കഴിവ് കിട്ടുന്നത്? അത് ലൈഫാണ്. ഈ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഉള്ളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങും. പുറമേ നിന്ന് കേട്ട അറിവുകളല്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയുന്നു, പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നു. മെഡിസിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെക്സ്റ്റ് ബുക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും യു മസ്റ്റ് റിലൈ ഓൺ യുവർ ഫൈറ്റിങ്സ്. ഞങ്ങളുടെ സാറൊക്കെ ടീച്ചർമാരൊക്കെ പറയാറുണ്ട്, നമ്മളെ അനുഭവം, നമ്മൾ ഈ സ്ഥലത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ. ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പലതും പറയുന്നു, പക്ഷേ ഇതാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ആണ് വകതിരിവ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ്. അപ്പോൾ കിട്ടിയ ടീച്ചിങ്സ് ഉടനെ തന്നെ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് വകതിരിവില്ലാതെ പെരുമാറുകയാണ്. ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി നോക്കുന്നില്ല, ആൾക്കാർ ആവശ്യം നോക്കുന്നില്ല, നമ്മൾ ഏതോ ഒരു കാര്യത്തിന് ഡിപ്പെൻഡ്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നു. വിവേകബോധം ഉയരാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മളെ താഴ്ത്തുകയാണ് ചെയ്യുക. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു നമ്മുടെ ശത്രുവായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ തിരിവിനെ, നമ്മുടെ ഉള്ളിലെ അനുഭവങ്ങളെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. അതിനെ ഫെയ്ത്ത് എന്ന് പറയും. ഫെയ്ത്തും ചിലപ്പോൾ ചഞ്ചലപ്പെടും, ചിലപ്പോൾ അത് സ്റ്റേബിളല്ല. ചെറിയൊരു പ്രവണത, പഴയ പ്രവണതയിലിപ്പോൾ സാരില്ല, വിട്ടേക്കാം. നമ്മൾ എക്സ്പീരിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യാതെ പുറമേയുള്ള അനുഭവങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു ഇത് ശരിയല്ല, പക്ഷേ എല്ലാവരും പറയുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്യുക. അപ്പോൾ അത് ഫെയ്ത്തിലുള്ളൊരു ചാഞ്ചല്യമാണ്. സഹജമാർഗത്തിൽ കുറേ നേരം മെഡിറ്റേഷൻ ചെയ്തിട്ട് ഉള്ളിൽ മാറ്റങ്ങൾ ഉയർച്ച സംഭവിച്ച ആൾക്കാർ എന്തെങ്കിലും ഒരു ആപത്ഘട്ടം വരുമ്പോൾ പെട്ടെന്ന് വിഷൻ വിട്ടു പോകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്, ആ ചാഞ്ചല്യം. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനയിലൂടെ ഈ വിശ്വാസം ഡീപ്പൻ ചെയ്യുന്നു. ഇത് സ്ഥിരമായിട്ട് ഫൗണ്ടേഷനായിട്ട് മാറും. അപ്പോഴാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. നമുക്കൊരു പെർഫെക്റ്റായിട്ട് ശ്രദ്ധ ഇപ്പം ഇല്ല. നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ശ്രദ്ധയാണ്. ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ പേഴ്സണാലിറ്റി ക്രൈസിസ് ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു തരത്തിൽ ഫൗണ്ടേഷണലായിട്ട് ഒരു ശ്രദ്ധ, അത് സ്നേഹമാണ്. അതിൽ അധിഷ്ഠിതമായിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ ടെൻഷൻ ഇല്ലാണ്ട് മാറും. ഫൗണ്ടേഷണലായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, മാറ്റമില്ലാത്ത ഒരവസ്ഥയിലാണ്. അത് ഡീപ്പൻ ചെയ്ത് പോകുന്നു. അതിൽ നിന്നും ചിന്തകൾ ഉദ്ഭവിക്കാൻ തുടങ്ങും. ഇതുവരെ ചിന്തകൾ വന്നിരുന്നത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമേജസ് എന്നും ഇംപ്രഷൻസുമാണ്. ശ്രദ്ധ ഡീപ്പൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത വരുന്ന സ്നേഹത്തിൽ നിന്നാണ്. അതാണ് മാസ്റ്റർ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. ചിന്തകൾ സ്പോൺസറിങ് തോട്ട്സിന് സ്നേഹത്തിൻ്റെ ആവും. ഇപ്പോൾ ലോകത്തിൻ്റെ മാറ്റത്തിന് ഉതകുന്ന രീതിയിലുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വരാൻ തുടങ്ങും. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫെർട്ടൈലായിട്ടൊരു ഗ്രൗണ്ടായി മാറുന്നു എന്നാണ് ദാജി പറയുന്നത്. അപ്പോൾ അത് തന്നെ വന്നതല്ല, പ്രാക്ടീസിലൂടെ. ദാജി ആയാലും ചാർജി മഹാരാജ് ആയാലും സ്വാമി വിവേകാനന്ദരായാലും അവരുടെ പ്രാക്ടീസിലൂടെ അവർ നേടിയെടുത്ത ഉള്ളിലേക്കുള്ള ടേണിംഗ് ആണ്. കൂടുതൽ ആഴത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ
ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളെയും ട്രാൻസെൻഡ് ചെയ്യുന്ന രീതിയിൽ ഈ ശ്രദ്ധ മാറും. സ്വപ്നത്തിലും കൂടി നമുക്ക് സ്നേഹമില്ലാതെ പെരുമാറാൻ പറ്റാതെയും മാറും. എന്തൊരു അത്ഭുതമായിരിക്കും. അതിനാണ് നമ്മൾ ശരിക്കും തുര്യാതീതം എന്നൊക്കെ പറയുന്നത്. വാക്കുകൾക്കല്ല പ്രാധാന്യം, നമ്മൾ കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള ആ ശ്രദ്ധയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഫുൾഫിൽഡ് ആവണം. നമ്മുടെ യാത്ര ശരിക്കും അതാണ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ ചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ശ്രദ്ധ എന്നുള്ള പദത്തെ കൂടുതൽ നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞു ഇന്നത്തെ ഡിസ്കഷനോട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.